അപ്പൊ നമ്മുടെ രാജശേഖരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ വളരെ ക്ഷമയോട് കൂടിയിട്ട് നമ്മുടെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. എന്നിരിക്കെ പോലും അവര് അതൊക്കെ മറന്നുകൊണ്ട് ഈ ദിവസം ആഘോഷമാക്കുകയാണ്. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നതേ ഒരു പക്ഷെ 10 കുടകൾ എന്ന് പറഞ്ഞിരുന്നു, അതിലെന്തെങ്കിലും എക്സ്റ്റൻഷൻ ഉണ്ടാവുമെന്ന് ആളുകൾ 15 കുട ഇവിടെ 5 എണ്ണം മാറും. ഇപ്പൊ എല്ലാം കൂടി ഇവിടെ 5ഉം അവിടെ കുടമാറ്റമായിട്ട് നടത്തുമ്പോൾ 15. ഇങ്ങനെ ഇത്രത്തോളം ഭംഗിയായിട്ട് നടത്താൻ കഴിയുത്തവണെന്ന് അങ്ങ് കരുതിയിരുന്നു. ആചാരം നടക്കുമെന്നുള്ള നിലയ്ക്കായിരുന്നു നമ്മൾ ആദ്യം തൊട്ട്. ആചാരം തെറ്റിക്കാൻ പറ്റി. അപ്പം ഹാപ്പിനെയാണ്, വേറെ ബുദ്ധിമുട്ടൊന്നും പരിമിതിക്കുള്ളിൽ സന്തോഷമായിട്ടിരിക്കുക. ഇനിയിപ്പോ എത്ര സമയം കൊണ്ട് തെക്കോട്ടിറക്കം ഒക്കെ? എല്ലാം കൂടി 1 മണിക്കൂറിൽ തിരി തക്കോടി. അല്ല 6-6:30 ആകുമ്പോഴേക്കും തിരി. അപ്പൊ എന്തായാലും എല്ലാവരും ആ മനോഹരമായിട്ടുള്ള കാഴ്ചകൾക്ക് വേണ്ടി ഇവരൊക്കെ പറഞ്ഞാൽ അഹോരാത്രം അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച് ഇതുവരെ എത്തിച്ച ആളുകളാണ്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ്. നോക്കൂ, ഈ ഒരു വൈറ്റ് ഫ്രെയിമിലേക്ക് നമ്മൾ പോകുമ്പോൾ എത്രയധികം മനുഷ്യരാണ് ഇങ്ങനെ അക്ഷമരായിട്ട് കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കുമ്പോൾ എന്താണ് ഈ പൂരത്തിനോട് അവർക്കുള്ളൊരു സ്പിരിറ്റ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാവും. ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, നമുക്ക് അവരോട് സംസാരിക്കാം. നിങ്ങളിൽ ആരാണ് ഈ എല്ലാ മേളങ്ങളും ഇന്ന് ആസ്വദിച്ച ആരാ ഉള്ളത്? മഠത്തിൽ വരവ്, അതുപോലെ തന്നെ ഇളഞ്ഞിത്തറ മേളം എല്ലാം അറ്റ് ടൈമായി നമുക്ക് എല്ലാ മേളവും ആസ്വദിക്കാൻ സാധിക്കില്ല. നമ്മളിപ്പോ കാലത്ത് ചെറുപൂരങ്ങൾ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എനിക്ക് ഇളഞ്ഞിത്തറ മേളം തന്നെയാണ് ഫേവറേറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ? നന്നായി. അനിയാട്ടൻ എന്താ പറയാ, അത്രയും കർക്കശക്കാരനായിട്ടുള്ളൊരു മേളക്കാരനാണ് അത്. കറക്റ്റ് സമയം പാലിച്ച് നല്ല ചിട്ടോട് കൂടിയുള്ളൊരു എന്താ പറയാ പാണ്ഡ്യനെയായിരുന്നു. ഓരോ വർഷവും ഇതിപ്പോ 10-30 വർഷമൊക്കെ ആയിട്ട് തുടർച്ചയായിട്ട് കാണുന്ന ആളുകളുണ്ട്, അതിലും കൂടുതൽ കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരേ വർഷത്തെ ഒരേ താളത്തിലല്ലേ ഇത് മുന്നോട്ട് പോകുന്നത്, ഒരേ രീതിയിലല്ലേ മുന്നോട്ട് പോകുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഒരു മടുപ്പ് അനുഭവപ്പെടാം? ഇത് മടുപ്പല്ല ഒരിക്കലും. ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്ക് മൊത്തത്തിൽ ഒരു ആവേശമാണ്. ഇതിലൊരിക്കലും ഏതൊരാൾക്കും, ഇപ്പോൾ പുതിയ ജനറേഷൻ ആയാലും പഴയ ജനറേഷൻ ആയാലും, ഇത് ഉള്ള സമയത്ത് നമുക്ക് വീട്ടിലിരിക്കാൻ തോന്നില്ല. ഇവിടെ എത്തിച്ചേർന്നേ പറ്റുള്ളൂ. ഇതിപ്പോൾ എത്ര ചൂടായാലും, ഇതിപ്പോൾ ചെറിയ മാനദണ്ഡങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മുമ്പത്തെ വർഷങ്ങളൊക്കെ അറിയാം, ഇവിടെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല കുടമാറ്റത്തിന്. പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഈ പൂര ദിവസത്തിൽ അവർ വീട്ടിലിരുന്നാലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒന്ന് കണ്ടാൽ അവർക്ക് മതിയാകില്ല. അതാണ് തൃശ്ശൂരിന്റെ പൂരാവേശം. എന്തായാലും കുടമാറ്റം എന്ന ഏറ്റവും അവർണ്ണനീയമായിട്ടുള്ള മനോഹരമായ കാഴ്ചയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മൾ ഈ പൂരനഗരിയിൽ. ശരിയായ നിഖിൽ, പൂര ആവേശത്തിന്റെ കാഴ്ചകൾ നമ്മളിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ നിന്നുള്ള വിവരങ്ങൾ നിഖിൽ പ്രമേശ് എത്തിക്കുകയായിരുന്നു. പൂരനഗരിയിൽ നിന്ന് മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം ഒരു മായാവേദനയായി നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്തും ആചാരപ്പെരുമ ഒട്ടും തന്നെ നഷ്ടപ്പെടാത്ത രീതിയിലാണ് പൂരത്തിന്റെ കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇലഞ്ഞിത്തറ മേളം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അനിയന്മാരുടെ പ്രാമാണ്യത്തിൽ നടന്ന ഇലഞ്ഞിത്തറ മേളം കഴിഞ്ഞ 2 വർഷക്കാലമായി അദ്ദേഹം തന്നെയാണ് ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ പ്രാമാണിത്വം വഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാമാണിത്വത്തിൽ നടന്ന ഇലഞ്ഞിത്തറ മേളം പൂര പ്രേമികളെ സംബന്ധിച്ച് അവരെ ആവേശത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചു. അതിനുശേഷം ഇപ്പോൾ ഘടകപൂരങ്ങൾ വടക്കംനാഥനെ കണ്ടു മടങ്ങിയതോടെ ഇനി വരും മണിക്കൂറുകൾ കുടമാറ്റത്തിന് വേണ്ടിയുള്ള ആ വർണ്ണവിസ്മയങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ സമയമായി മാറിയിരിക്കുന്ന ഒരു നാടൊന്നാകെ ആ കുടമാറ്റത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. 15 സാധാരണ നിലയിൽ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കുടമാറ്റം 15 മിനിറ്റായി ഇത്തവണ ചുരുക്കിയിട്ടുണ്ട്. അതിൽ 15 സെറ്റ് കുടകൾ ഉയർത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 15 സെറ്റുകളായിരിക്കും കുടമാറ്റത്തിൻ്റെ ഭാഗമായി. അതിൽ വിസ്മയങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്ന നമുക്ക് വലിയ അമ്പരപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള കുടകൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പൂരപ്രേമികളുള്ളത്. തെക്കോട്ടിറക്കത്തിൻ്റെ സമയമാണ്. അതിന് തൊട്ടു പിന്നാലെ നടക്കാൻ പോകുന്നത് ഏറ്റവും വലിയ അവർണ്ണനീയമായ നയനാനന്ദകരമായ വർണ്ണാഭമായ ഒരു കുടമാറ്റത്തിൻ്റെ കാഴ്ചകളാണ്. 15 മിനിറ്റ് മാത്രമായി അത് ചുരുക്കുന്നുണ്ടെങ്കിലും ആ കാഴ്ച എന്നും അടുത്ത പൂരത്തിൻ്റെ കുടി ഉയരുന്നത് വരെ അത് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയായി അത് മാറും. അത് സമ്മാനിക്കാൻ വേണ്ടിയുള്ള നിമിഷങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.